ഇന്ന് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം. പക്ഷി സ്നേഹി ഡോക്ടർ സലീം അലി ഒരു ജീവിതം കൊണ്ട് പാഠമാക്കിയ പക്ഷി സമ്പത്ത് ഇന്ന് നമുക്ക് അന്യമാവുകയാണ്. നാട്ടിന് പുറത്ത് പരിചിതമായ ചെറുപക്ഷികളിൽ പലതിനെയും കാണാതായി. ദേശാടന പക്ഷികളും പറന്നെത്താതായി. കോഴിക്കോട് മാവൂരിന് പറയാനുണ്ട് ദേശാടന പക്ഷികൾ വരാതായ ഈ കിളിയറ്റ കാലത്തെക്കുറിച്ച്. കലവില കൂട്ടിയും പാറിപ്പറന്നും ഏറെ കാതങ്ങൾ താണ്ടി മാവൂരിലേക്ക് ഓരോ സീസണിലും ആയിരക്കണക്കിന് ദേശാടന പക്ഷികൾ എത്താറുണ്ടായിരുന്നു. പക്ഷികളുടെ ഈ പറുദീസ കാണാൻ ഓരോ ദിവസവും നിരവധി പക്ഷി സ്നേഹികളും സഞ്ചാരികളും ഉൾപ്പെടെ ഇവിടെ എത്തിയിരുന്നു. അന്നൊക്കെ മാവൂരിലെ പൈപ്പ് ലൈൻ റോഡിന്റെ ഇരുവശത്തുമുള്ള നീർത്തടം ഒത്തുചേരലുകളുടെ ഇടമായി മാറും. എന്നാൽ ആ കാലമൊക്കെ അവസാനിച്ചു. ഇന്ന് വിരലിലെണ്ണാവുന്ന പക്ഷികൾ പോലും ഇവിടങ്ങളിൽ എത്താറില്ലെന്നതാണ് യാഥാർത്ഥ്യം. നീർത്തടങ്ങളിൽ പൂർണ്ണമായും ആഫ്രിക്കൻ പായലും പുല്ലുകളും മറ്റ് ജലസസ്യങ്ങളും നിറഞ്ഞു. നീർത്തട പക്ഷികൾക്ക് വേണ്ട അടിസ്ഥാനമായ കാര്യങ്ങളൊന്നും നീന്തി തുടിക്കാനുള്ള ഒരു ഇഷ്ടംപോലെയുള്ള സൗകര്യങ്ങളും വെള്ളമൊക്കെയാണ്. വെള്ളം ധാരാളം ഉണ്ടെങ്കിലും ഇതെല്ലാം പായൽ കയറി മൊത്തം പൊങ്ങി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ പുല്ലും പായലും നിറഞ്ഞ് ആവാസവ്യവസ്ഥ ആകെ മാറി. 157 ഇനം ദേശാടന പക്ഷികൾ മാവൂരിലെ നീർത്തടങ്ങളിൽ എത്തിയതായി അക്കാലത്തെ പക്ഷി നിരീക്ഷകരുടെ സർവേകളിൽ കണ്ടെത്തിയിരുന്നു. അതിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഡാർട്ടർ പോലുള്ള പക്ഷികളും ഏറെ ഉണ്ടായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിയിരുന്ന 36 ഇനം പക്ഷികളും മാവൂരിലെ നീർത്തടങ്ങളിലെ നിറസാന്നിധ്യമായിരുന്നു. പക്ഷികൾ മാവൂരിലെ നീർത്തടങ്ങൾ വിട്ടകന്നതോടെ പക്ഷി നിരീക്ഷകരും വരാതെയായി. നേരത്തെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള നീർത്തട പക്ഷികളെ തേടിയിട്ടുള്ള നിരീക്ഷകർ മുഴുവൻ തമ്പടിച്ചിരുന്ന സ്ഥലമായിരുന്നു മാവൂർ നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു തണ്ണീർത്തടമാണെന്നുള്ള. ഈ പൈപ്പ് ലൈൻ റോഡിൽ ഇരുന്ന പക്ഷികളെ വളരെ അടുത്ത് നമുക്ക് കാണാൻ പറ്റും. വളരെ അരികിൽ, നമ്മുടെ തൊട്ടരികിൽ ഒട്ടും ഭയമില്ലാതെ ആയിരക്കണക്കിന് പക്ഷികൾ വിഹരിച്ചിരുന്ന ഒരു തടായിരുന്നു, തണ്ണീർത്തടമായിരുന്നു മാവൂർ എന്ന് പറയുന്നത്. നീർത്തടങ്ങളിൽ നിന്നും പുല്ലുകളും പായലുകളും ജലസസ്യങ്ങളും നീക്കം ചെയ്താൽ ഇനിയും ദേശാടന പറവകൾ തിരിച്ചെത്തുമെന്നതാണ് ഇവരുടെ ശുഭപ്രതീക്ഷ. എന്നാൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ട ഭരണകർത്താക്കൾ കണ്ട ഭാവം നടിക്കുന്നില്ല. ന്യൂസ് മലയാളം, കോഴിക്കോട്.